ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് രാസസമീകരണത്തിനെ കുറിച്ച് പഠിക്കാം. അതായത് കെമിക്കൽ ബാലൻസിങ്. ഇത് നമ്മൾ ഹൈസ്കൂൾ ലെവലിലും +2 ലെവലിലൊക്കെ എപ്പോഴും ആവശ്യം വരുന്ന കാര്യമാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ കുറച്ച് റിയാക്ഷൻസിനെ നമ്മൾ ബാലൻസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഏത് റിയാക്ഷൻ ചോദിച്ചാലും നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഇവിടെ ഞാനൊരു 9 പ്രോബ്ലംസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ഇതിൻ്റെ ബേസിക് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നും കാര്യമായിട്ട് ചെയ്യാനൊന്നുമില്ല. നമുക്ക് റിയാക്റ്റൻസിൻ്റെയും പ്രൊഡക്ട്സിൻ്റെയും ഉണ്ടാകുന്ന എലമെൻസിൻ്റെ എണ്ണം കറക്റ്റാണോ എന്ന് നോക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. നിങ്ങളോട് ഇപ്പോൾ എക്സാമിന് ഇതുപോലെയാണ് ചോദിക്കുക. ഇത് അൺബാലൻസ്ഡ് ഇക്വേഷനാണ്. അപ്പോൾ നമ്മൾ ഇത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇവിടുത്തെ എലമെൻസിൻ്റെ എണ്ണവും ഇവിടുത്തെ എലമെൻസിൻ്റെ എണ്ണവും നോക്കിയാൽ കറക്റ്റ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഇവിടെ 5 കാർബൺ ഉണ്ട്, അതുപോലെ ഇവിടെ 4 + 1 5 കാർബൺ ഉണ്ട്. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ 1 കാർബണേ ഉള്ളൂ, ഇവിടെ 1 + 1 2 കാർബൺ ഉണ്ട്. അപ്പോൾ ഇത് അൺബാലൻസ്ഡ് ആണെന്ന് പറയും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുകയെന്ന് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഒരു 2-3 സ്റ്റെപ്പ്, ഇതിങ്ങനെ തന്നെ ചെയ്തോളണമെന്നില്ല, പക്ഷേ ഞാൻ ചെയ്ത് നോക്കുമ്പോൾ എളുപ്പം തോന്നിയൊരു സ്റ്റെപ്പ് പറയുകയാണ്. ആദ്യം ബാലൻസ് ദ മെറ്റൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പം കോപ്പർ ഉണ്ടാവാം, അലുമിനിയം ഉണ്ടാവാം, സിൽവർ ഉണ്ടാവാം. അങ്ങനത്തെ ഒരു മെറ്റൽസ് വല്ലതും ഉണ്ടെങ്കിൽ അതിനാദ്യം നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ രണ്ടാമത്തെ ചെയ്യേണ്ടത് ബാലൻസ് ദ നോൺ മെറ്റൽസ്. ബാലൻസ് ദ നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാലോജൻ ആവാം, അതായത് ക്ലോറിൻ, ഫ്ലോറിൻ, അങ്ങനത്തെ നോൺ മെറ്റൽസ് ആയിട്ടുള്ളതാവാം, അല്ലെങ്കിൽ കാർബൺ, അങ്ങനെ ഉള്ള ഐറ്റംസൊക്കെ നമുക്ക് രണ്ടാമത് ബാലൻസ് ചെയ്യാം. പിന്നെ അവസാനം ചെയ്യേണ്ടത് ഹൈഡ്രജനും ഓക്സിജനുമാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ എക്സാമ്പിളോടെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യമാണ് ഈ കാണിക്കുന്നത്. അതായത് സിനോൺ + F2 ഗീവ്സ് XeF6, സിനോൺ ഹെക്സാഫ്ലൂറൈഡ്. അപ്പോൾ ഇതിനെങ്ങനെയാണ് ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഈ റിയാക്റ്റൻസ്, നമ്മൾ അഭികാരങ്ങളുടെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, മൂലകങ്ങൾ ഏതൊക്കെയാണ് ഇവിടെ എഴുതി വെക്കുക. അതുപോലെ ഉൽപ്പന്നങ്ങളിൽ എന്തൊക്കെയാണുള്ളതെന്ന് എഴുതി വെക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ Xe, അതുപോലെ സിനോണ്, അതുപോലെ ഫ്ലൂറിൻ ഇവിടെ ഉള്ളത്, അതുപോലെ സിനോണുണ്ട്, ഫ്ലൂറിൻ ഉണ്ട്. അപ്പോൾ ഇവിടെ എത്ര സിനോണുണ്ട്? 1, ഒരു സിനോണേ ഉള്ളൂ. അതുപോലെ ഇപ്പുറത്തോ എത്ര സിനോണുണ്ട്? 1 സിനോണുണ്ട്. ഇവിടെ എത്ര ഫ്ലൂറിൻ ഉണ്ട്? F2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ ഉള്ളത് കൂട്ടണം എന്നാണ്. അപ്പോൾ 2 ഫ്ലൂറിൻ ഉണ്ട്. ഇവിടെ എത്ര ഫ്ലൂറിൻ ഉണ്ട്? 6. F6 അല്ലേ, അപ്പോൾ 6. അപ്പോൾ നമ്മൾ നോക്കുക, ഈ ലെഫ്റ്റ് സൈഡിലുള്ള സിനോണും റൈറ്റ് സൈഡിലുള്ള സിനോണും നമ്പേഴ്സ് സെയിം ആണ്. പക്ഷേ ലെഫ്റ്റ് സൈഡിൽ 2 ഫ്ലൂറിൻ ഉണ്ട്, റൈറ്റ് സൈഡിൽ 6 ഫ്ലൂറിൻ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ നേരെയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഈ 2നെ 6 ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ 3 ഇട്ട് കൊടുക്കുക, 3 ഫ്ലൂറിൻ. അപ്പോൾ 3 ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെ എഴുതുക? ഇത് വെട്ടിയിട്ട് 3 ഗുണം ഈ താഴെ ഉള്ളതും കൂടി 2 = 6. ഇവിടെയാണെങ്കിൽ 6. അപ്പോൾ ഇപ്പോൾ നോക്കൂ, 1 1, ഇവിടെ 6, ഇവിടെ 6. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ നമുക്കിവിടെ ഈ ഇക്വേഷൻ ഇപ്പോൾ ബാലൻസ്ഡ് ആയി എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇവിടെ F2 എന്നുള്ളത് നമുക്ക് നേരെ എന്നാൽ പിന്നെ F6 എന്ന് എഴുതിയാൽ പോരെ. ഈ F6 എന്നങ്ങനെ എഴുതാൻ പറ്റില്ല. ഇങ്ങനെ ഒരു സാധനം, ഇങ്ങനെ ഒരു മോളിക്യൂൾ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന സബ്സ്ക്രിപ്റ്റ് മാറ്റിയിട്ട് എഴുതാൻ പാടില്ല. എപ്പോഴും നമ്മൾ ഈ ഇവിടെ മാത്രമേ മാറ്റാൻ പാടുള്ളൂ. അതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. സിൽവർ + ഹൈഡ്രജൻ സൾഫൈഡ്, ഇപ്പോൾ സിൽവർ സൾഫൈഡ് + ഹൈഡ്രജൻ മോളിക്യൂൾ, ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ചെയ്യുക? നമ്മൾ ഇവിടുത്തെ എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് എഴുതി വെക്കുക. സിൽവർ ഉണ്ട്, അതുപോലെ സൾഫർ ഉണ്ട്, അതുപോലെ ഹൈഡ്രജൻ ഉണ്ട്. അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ എഴുതി വെക്കും. ഇങ്ങനെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. റൈറ്റ് സൈഡിൽ അതുപോലെ സിൽവർ ഉണ്ട്, സൾഫർ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. ഇനി ഇവിടെ എത്ര സിൽവർ ഉണ്ട്? ഇവിടെ 1 സിൽവറേ ഉള്ളൂ. അതുപോലെ റൈറ്റ് സൈഡിൽ എത്ര സിൽവർ ഉണ്ട്? Ag2s എന്നാണ് പറഞ്ഞത്. അപ്പോൾ 1 + 1 2 സിൽവർ. അപ്പോൾ
അതുപോലെ സൾഫർ ഇവിടെ H2S, ഇവിടെ ഒരു സൾഫറേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു സൾഫർ, ഇവിടെയും ഒരു സൾഫർ. അതുപോലെ ഹൈഡ്രജൻ നോക്കുകയാണെങ്കിൽ H2, 2 ഹൈഡ്രജൻ, അതിൽ ഇവിടെ 2 ഹൈഡ്രജൻ. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ശരിയാണ്, ഇപ്പം നിലവിൽ ഹൈഡ്രജൻ ശരിയാണ്, സൾഫറും ശരിയാണ്, സിൽവറാണ് തെറ്റ്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? ഇവിടെ 2 സിൽവർ ഉണ്ട്, ഇവിടെ ഒരു സിൽവറേ ഉള്ളൂ. അപ്പോൾ കുറവുള്ളിടത്താണ് നമ്മളെപ്പോഴും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ നമ്മൾ 2 ഇട്ട് കൊടുത്തു. അപ്പോൾ ഇനി നോക്കൂ, ഇവിടെ നമ്മളിവിടെ എവിടെയെങ്കിലും നമ്മൾ ആദ്യത്തെ നമ്പർ ഇട്ട് കൊടുത്താൽ അപ്പം തന്നെ നമ്മൾ ഒന്നും കൂടി നോക്കണം, എത്ര സിൽവർ ഉണ്ട്. ഇത് മാറിയിട്ട് 1 + 1 2 സിൽവറായി. അപ്പോൾ ഇവിടെ നോക്കുക, സിൽവർ 2ആയി, സൾഫറിനും ഹൈഡ്രജനും ഒരു വ്യത്യാസമില്ല. അപ്പോൾ നമ്മൾ 2 + 2, ഇവിടെ സിൽവർ 2, സൾഫർ ഹൈഡ്രജൻ, ഇത് ബാലൻസ്ഡ് ആയി. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു 2 ഇട്ട് കൊടുക്കേണ്ട കേസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്രേ ചെയ്യാനുള്ളൂ. ഇനി നമുക്ക് അടുത്ത ഒരു കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എങ്ങനെയാവും ചെയ്യാം. ഇവിടെ സോഡിയം + ക്ലോറിൻ ഗീവ്സ് സോഡിയം ക്ലോറൈഡ്. ഇതിനെങ്ങനെയാണ് ചെയ്യുക? ഇവിടെ നമുക്ക് സോഡിയം Cl, ഇവിടെ സോഡിയം Cl, ഇവിടെ ഒരു സോഡിയം ഉണ്ട്, ഇവിടെ ഒരു സോഡിയം ഉണ്ട്. ഇവിടെ ക്ലോറിനോ 2 ഉണ്ട്, ഇവിടെ ക്ലോറിൻ 1 ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇവിടെ നോക്കുക, ഇത് കുറച്ച് ശ്രദ്ധിക്കണം, കാണുമ്പം സിമ്പിളായിട്ട് തോന്നുന്നതാണ്. അപ്പോൾ ക്ലോറിൻ 2 ഉണ്ട്, ക്ലോറിൻ 2 ഉണ്ട്, ഇവിടെ ക്ലോറിൻ 1 ഉള്ളൂ. അതുപോലെ ഇവിടെ നമുക്ക് ശരിക്ക് 2 ക്ലോറിൻ ഉണ്ടെങ്കിലേ ശരിയാവുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്യുക? ഇവിടെ 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ അവിടെ 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഉൽപ്പന്നങ്ങളുടെ എലമെൻസിൻ്റെ നമ്പർ നോക്കാം. ഇവിടെ 2 ഇവിടെ ഇട്ട് കൊടുത്താൽ ഈ 2 എന്ന് പറയുന്നത് ഈ സോഡിയത്തിനും ക്ലോറിനും കോമൺ ആണ്. അപ്പോൾ 2 എന്ന് പറയുമ്പോൾ എത്ര സോഡിയം ഉണ്ടെന്ന് വെച്ചാൽ 1 + 1 2. അതേപോലെ തന്നെ ക്ലോറിനും ഈ 2 ബാധകമാണ്. അപ്പോൾ ക്ലോറിൻ എത്രയായി? 1 + 1 2. ഇപ്പോൾ ഇവിടെ 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മളെ ഇക്വേഷൻ ബാലൻസ്ഡ് ആയോ? നോക്കൂ, ക്ലോറിൻ 2, ക്ലോറിൻ 2. അപ്പോൾ ക്ലോറിൻ ശരിയായിട്ടുണ്ട്. പക്ഷേ സോഡിയം നോക്കൂ, സോഡിയം 1, ഇവിടെ 2 സോഡിയം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നമ്മൾ ഒരു 2 ഇട്ട് കൊടുക്കുക. സോഡിയത്തിന് എണ്ണം നമ്പർ ഇവിടെ കുറവായതുകൊണ്ട് ഇവിടെ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ 2 സോഡിയം 2 സോഡിയം. അപ്പോൾ നമുക്ക് ഇവിടെ വെട്ടിയിട്ട് ഇവിടെ 2 ആയി. അപ്പോൾ സോഡിയം 2, ക്ലോറിൻ 2, സോഡിയം 2, ക്ലോറിൻ 2. അപ്പോൾ നമ്മൾ ഈക്വേഷൻ ബാലൻസ്ഡ് ആയി. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. FeO + C gives Fe + CO2. ഇവിടെ നോക്കുമ്പം അതുപോലെ തന്നെ നമ്മൾ എലമെൻറ്റ്സ് എഴുതുന്നു. അയൺ ആദ്യം എഴുതി, കാർബൺ എഴുതി, ഓക്സിജൻ എഴുതി, അയൺ എഴുതി, കാർബൺ എഴുതി, ഓക്സിജൻ എഴുതി. ഇനി നമുക്ക് എണ്ണി നോക്കാം. അയൺ എത്ര ഉണ്ട്? ഒരു അയൺ, ഇവിടെ അയൺ 1, കാർബൺ എത്ര ഉണ്ട്? 1, ഇവിടെ കാർബൺ 1, ഇവിടെ ഓക്സിജൻ എത്ര ഉണ്ട്? 1, ഇവിടെ ഓക്സിജൻ 2 O2. ഇപ്പോൾ 2 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെ ഇത് അയണും കാർബണും സെയിം ആണ്, പക്ഷേ ഓക്സിജൻ നമ്പർ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെയാണ് കുറവ് ഓക്സിജൻ ഉള്ളത്. അപ്പോൾ നമ്മൾ ഓക്സിജൻ്റെ നമ്പർ കൂട്ടേണ്ടത് ഈ റിയാക്റ്റൻസിൻ്റെ ഭാഗത്താണ്. ഇവിടെ ഓക്സിജൻ ഉള്ളത് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ 2 ഓക്സിജൻ ആക്കാൻ വേണ്ടിയിട്ട് ഓക്സിജൻ 2 ആക്കി. അപ്പോൾ 2FeO ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് മൊത്തമായിട്ട് മാറിയിട്ടുണ്ടാവില്ലേ? 2 എന്ന് പറയുന്നത് ഈ അയണും കൂടി ബാധകമാണ് ഇപ്പം. അപ്പോൾ ഈ അയൺ മാറിയിട്ട് ഇവിടെ 1 + 1 2 അയണായി. അതേപോലെ കാർബണിൻ്റെ നമ്പർ സെയിം ആണ്, ഓക്സിജൻ്റെ നമ്പർ എത്രയായി? ഈ 2 ആണ്, 2 ആയി. അപ്പോൾ ഇവിടെ ഓക്സിജൻ ബാലൻസ് ആയപ്പോൾ അയണിൻ്റെ നമ്പർ ഒന്ന് കൂടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെയാണ് അയണിൻ്റെ നമ്പർ കുറവുള്ളത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരു അയണേ ഉള്ളൂ. അപ്പോൾ അതിനെ 2 അയൺ ആക്കിയാൽ നമുക്കിപ്പോൾ ആൻസർ കിട്ടും. ഒരു 2 അയൺ ആക്കി. അപ്പോൾ ഇവിടെ ഇപ്പോൾ അയൺ ഒന്ന് മാറിയിട്ട് ഒന്നും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ എത്രയായി? ഇപ്പോൾ ഇവിടെ 2 അയണായി. അപ്പോൾ നോക്കുക, 2 അയൺ ഇവിടെ, 2 അയൺ ഇവിടെ, 2 കാർബൺ, ഒരു കാർബൺ ഇവിടെ, ഒരു കാർബൺ ഇവിടെ, 2 ഓക്സിജൻ ഇവിടെ, 2 ഓക്സിജൻ ഇവിടെ. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ നമ്പർ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് കോമൺ ആയിട്ട് ഒരു മോളിക്യൂളിന് ഇട്ട് കൊടുക്കുമ്പോൾ
ആ നമ്പർ എന്ന് പറയുന്നത് ആ എല്ലാ എലമെൻസിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഇവിടെ 2 ഇൻറ്റു Fe അതുപോലെ 2 ഇൻറ്റു ഓക്സിജനും ഉണ്ട്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതായത് 5ാമത്തെ പ്രോബ്ലം. ഇവിടെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആകുമ്പോൾ പൊട്ടാസ്യം കാർബണേറ്റ് പ്ലസ് വാട്ടർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പം നമ്മൾ ഈ എലമെൻറ്റ്സ് കൗണ്ട് ചെയ്യുമ്പോൾ അത് തെറ്റിപ്പോയത്. അപ്പോൾ നോക്കാം നമുക്ക്. ഇവിടെ പൊട്ടാസ്യം, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. പൊട്ടാസ്യം ഉണ്ട്, കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. നിങ്ങൾ ഈ ഓർഡറിൽ തന്നെ എഴുതണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ എഴുതാം. പൊട്ടാസ്യം, ഓക്സിജൻ, ഹൈഡ്രജൻ, കാർബൺ അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. ഇവിടെ പൊട്ടാസ്യം, ഇവിടെ ഒരു പൊട്ടാസ്യം ഉണ്ട്, ഇവിടെ K2, അപ്പം 2 പൊട്ടാസ്യം ഉണ്ട്, ഇവിടെ ഒന്നും വേറല്ല. അതിൽ കാർബൺ ഇവിടെ CO2 ഒരു കാർബണേ ഉള്ളൂ. കാർബൺ ഇവിടെ K2CO3 ആണ്, അപ്പോൾ ഇവിടെ ഒരു കാർബണേ ഉള്ളൂ. ഹൈഡ്രജൻ ഇവിടെ നോക്കുമ്പോൾ ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ ഇവിടെ നോക്കുമ്പോൾ H2 ആണ്, അപ്പോൾ 2 ഹൈഡ്രജൻ. ഓക്സിജൻ ആണെങ്കിൽ ഇവിടെ ഒരു ഓക്സിജൻ പ്ലസ് ഇവിടെ O2 2 ഓക്സിജൻ, അപ്പോൾ ടോട്ടൽ 3 ഓക്സിജൻ ഉണ്ട്. ഇവിടെയാണെങ്കിൽ 3 ഓക്സിജൻ പ്ലസ് ഇവിടെ ഉള്ള ഒരു ഓക്സിജൻ, ടോട്ടൽ 4 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പൊട്ടാസ്യം ഇവിടെ 2 ഉണ്ട്, പൊട്ടാസ്യം ഇവിടെ 1 ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പൊട്ടാസ്യത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നോക്കാം. പിന്നെ ഹൈഡ്രജൻ തെറ്റാണ്, അതുപോലെ ഓക്സിജനും തെറ്റാണ്. അപ്പോൾ നമ്മൾ ആദ്യം പൊട്ടാസ്യത്തിനെ ബാലൻസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഒന്നും കൂടി ഇതിൻ്റെ നമ്പർ മാറില്ലേ, പൊട്ടാസ്യത്തിന് നമ്പർ മാറ്റുമ്പോൾ. അപ്പോൾ നോക്കാം, ഇവിടെ 2 പൊട്ടാസ്യം ഉണ്ട്, ഇവിടെ ഒരു പൊട്ടാസ്യം ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, കുറവുള്ള പൊട്ടാസ്യത്തിൻ്റെ അവിടെ നമ്പർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിനെ 2 ആക്കണമെങ്കിൽ നമ്മൾ ഇവിടെ 2 ഇട്ട് കൊടുത്തു. ഇവിടെ 2 ഇട്ട് കൊടുത്ത് കഴിഞ്ഞപ്പം ഇപ്പോൾ വ്യത്യാസം വന്നിട്ടുള്ളത്, ഈ പൊട്ടാസ്യം എന്ന് പറയുന്നത് 1 + 1 ആയി, അപ്പോൾ 2 ആയി. അതേപോലെ ഓക്സിജൻ എന്ന് പറയുന്നത് ഇപ്പം ഇത് മാറിയിട്ട് എത്ര ആയിട്ടുണ്ടാവും, 2 ഇൻറ്റു 2 ഓക്സിജൻ ഇവിടെ ഉണ്ട് പ്ലസ് 2 ഓക്സിജൻ ഇവിടെ ഉണ്ട്, അപ്പോൾ ഓക്സിജൻ്റെ നമ്പർ ഇവിടെ 4 ആയി. അതുപോലെ ഹൈഡ്രജൻ നോക്കുകയാണെങ്കിൽ 2 ഹൈഡ്രജൻ ഉണ്ട്, അപ്പോൾ ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. പിന്നെ നമ്മൾ നോക്കൂ, പൊട്ടാസ്യം 2, കാർബൺ 2, ഹൈഡ്രജൻ 2, ഓക്സിജനും സെയിമായി. അപ്പോൾ ഇവിടെ നമ്മൾ 2 ഇട്ട് കൊടുത്തപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഹൈഡ്രജനും ഓക്സിജനും കൂടി ബാലൻസ് ആയി. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മളെ ബാലൻസ്ഡ് ഇക്വേഷൻ. ഇവിടെ സിലിക്കൺ, കാർബൺ, ഓക്സിജൻ, സിലിക്കൺ, കാർബൺ, ഓക്സിജൻ ഇതിലുള്ള മൂലകങ്ങൾ നമ്മൾ എഴുതി വെച്ചു, എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ. ഇപ്പോൾ സിലിക്കൺ ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, കാർബൺ ഇവിടെ ഒരെണ്ണം, കാർബൺ ഇവിടെ ഈ 1 പ്ലസ് ഈ 1, അപ്പോൾ ഇവിടെ കാർബൺ 2 എണ്ണം. പിന്നെ ഓക്സിജൻ ആകുമ്പോൾ ഇവിടെ 2 ഉണ്ട്, ഇവിടെ ആണെങ്കിൽ ഒരു ഓക്സിജനാണുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇവിടെ സിലിക്കൺ 1, കാർബൺ 1, കാർബൺ 2. അപ്പോൾ ഈ 2 കാർബൺ ഇവിടെ 2. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇവിടെ 2 ഇട്ട് കൊടുക്കും അല്ലേ. അപ്പോൾ 2 ഇട്ട് കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ നമ്പർ മാറിയത് എങ്ങനെയാണെന്ന് നോക്കാം. സിലിക്കൺ 1 തന്നെയാണ്, ഓക്സിജൻ 2 തന്നെയാണ്, കാർബൺ ഇവിടെ മാറിയിട്ട് 2 ആയി. അപ്പോൾ കാർബൺ ഇവിടെ 2 ആയി, കാർബൺ ഇവിടെ 2 ആയി. പക്ഷേ ഓക്സിജൻ്റെ കേസ് നോക്കുമ്പോൾ ഓക്സിജൻ ഇവിടെ 1 ഉള്ളൂ, ഓക്സിജൻ ഇവിടെ 2 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓക്സിജൻ കുറവുള്ളത് ഇവിടെയാണ്. ഈ ഭാഗത്താകുമ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ 2നെ 1 ആക്കാൻ വേണ്ടിയിട്ട്, 1നെ 2 ആക്കാൻ വേണ്ടിയിട്ട് 2 ഇട്ട് കൊടുത്തു. അപ്പോൾ 2CO ഇട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ നമ്പർ പിന്നെ മാറില്ലേ. സിലിക്കൺ സെയിം ആണ്, കാർബൺ എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു കാർബൺ പ്ലസ് ഈ 2 ഇൻറ്റു C ഇല്ലേ, അപ്പോൾ എത്രയായി 2, അപ്പോൾ 3 കാർബണായി. ഓക്സിജൻ 1 തന്നെ സെയിം ആണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറ്റിയ എന്താ വെച്ചാൽ 3 കാർബണായി, ഇവിടെ 2 കാർബൺ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ 2 എന്ന് പറയുന്നത് നമ്മൾ പിന്നെയും മാറ്റി എഴുതണം. അപ്പോൾ
ഈ 2 അല്ല ഇവിടെ ശരിക്കും വരിക. ഇവിടെ ഇതിന് 3 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ 3 ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്രയായി? 3 ആയില്ലേ? 3 കാർബൺ, 3 ഓക്സിജൻ, 2 ഓക്സിജൻ, 2 ഈ 2 ഓക്സിജൻ ഇല്ലേ? 2. അപ്പോൾ സിലിക്കൺ ഡയോക്സൈഡ് പ്ലസ് 3C ഗീവ്സ് സിലിക്കൺ കാർബൈഡ് പ്ലസ് 2CO. അപ്പോൾ ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു നമ്പർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള എലമെൻസിനെയും കൂടി നമ്മൾ ബാലൻസ് ചെയ്ത് വരുമ്പോൾ ചിലപ്പം ഈ നമ്പർ നിങ്ങൾക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ നമ്മൾ എപ്പോഴും എവിടെ നമ്പർ മാറ്റി കഴിഞ്ഞാലും ഈ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉണ്ടാകുന്ന എലമെൻസിൻ്റെ നമ്പർ മാറ്റി കൂട്ടി എഴുതുക. എന്നാലേ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് നോക്കാം. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ ഇതിൽ ഒരു 4 എലമെൻറ്റ്സ് വരുന്നുണ്ട്. അയൺ വരുന്നുണ്ട്, ക്ലോറിൻ വരുന്നുണ്ട്, സോഡിയം വരുന്നുണ്ട്, ഓക്സിജൻ വരുന്നുണ്ട്, ഹൈഡ്രജൻ വരുന്നുണ്ട്. അപ്പോൾ 5 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ എഴുതാം. നമ്മൾ ആദ്യത്തെ പോലെ Fe, അയൺ ഉണ്ട്, സോഡിയം ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അതുപോലെ തന്നെ അയൺ, സോഡിയം, ക്ലോറിൻ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇനി അയൺ എത്ര ഉണ്ട്? 1. ഇവിടെയോ 1. ക്ലോറിനോ സോഡിയം ഇവിടെ 1. ഇവിടെയാണെങ്കിൽ സോഡിയം 1. Cl എത്ര ഉണ്ട്? Cl 3, FeCl3. അപ്പോൾ 3. ഇവിടെ ക്ലോറിൻ എന്ന് പറയുന്നത് ഇവിടെ 1 ഉള്ളൂ. അതുപോലെ ഹൈഡ്രജൻ എത്ര ഉണ്ട്? NaOH ഒരു H ഉണ്ട്. അതുപോലെ ഇവിടെ ഹൈഡ്രജൻ എത്ര ഉണ്ട് എന്ന് ചോദിക്കും. ഇവിടെ നമ്മൾ കണ്ടോ FeOH എന്ന് പറയുമ്പോൾ ഇവിടെ ഈ OH ഗ്രൂപ്പിന് ഇതിങ്ങനെ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിൻ്റെ 3 ആണ് എഴുതിയത്. ഇതിൻ്റെ അർത്ഥം ഈ 3 എന്ന് പറയുന്നത് ഈ ഓക്സിജനും ഹൈഡ്രജനും ബാധകമാണ്. അതായത് ഇത് 3 ഓക്സിജനും 3 ഹൈഡ്രജനുമാണ്. അപ്പോൾ ഇതേ സമയത്ത് ഇവിടെ ഇപ്പോൾ ഒരു 2 കൂടി ഉണ്ട് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? 3 ഓക്സിജനും 3 ഹൈഡ്രജനും ഉണ്ട്. പോരാത്തതിന് അതിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് കൂട്ടുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എവിടെ ബ്രാക്കറ്റ് കണ്ടാലും ആ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ നമ്മൾ നമ്പർ എഴുതുകയാണെങ്കിൽ ആ നമ്പർ എന്ന് പറയുന്നത് ആ ബ്രാക്കറ്റിനകത്തുള്ള എല്ലാ എലമെൻസിനും ബാധകമാണ്. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് എത്ര ഉണ്ട്? 3 ഹൈഡ്രജൻ ഉണ്ട് അല്ലേ? പിന്നെ അടുത്തത് നമ്മൾ ഓക്സിജൻ നോക്കുക. ഇവിടെ ഓക്സിജൻ എത്ര ഉണ്ട്? 1 ഓക്സിജൻ ഉണ്ട്. ഇവിടെ ഓക്സിജൻ എത്ര ഉണ്ട്? ഓക്സിജൻ, പക്ഷേ ഇവിടെ ബ്രാക്കറ്റ് ഉള്ളതുകൊണ്ട് പുറത്ത് 3 ഉണ്ട്. അപ്പം 3 ഓക്സിജൻ. അപ്പോൾ നമ്മൾ അയണിൻ്റെ ബാലൻസിങ് നോക്കുകയാണെങ്കിൽ അയൺ ഓക്കെയാണ് ഇപ്പം ഫസ്റ്റ് സ്റ്റേജിൽ. സോഡിയത്തിൻ്റെ നോക്കുകയാണെങ്കിൽ സോഡിയം ഓക്കെയാണ്. അതുപോലെ ക്ലോറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ക്ലോറിൻ ഇവിടെ 3 ഉണ്ട്, പക്ഷേ ഇവിടെ 1 ഉള്ളൂ. അപ്പോൾ ഇവിടെയാണ് കുറവുള്ളത്, അവിടെയാണ് നമ്മൾ നമ്പർ ഇട്ട് കൊടുക്കാറ്. അപ്പോൾ ക്ലോറിൻ ഇവിടെ 1 എന്ന് പറയുമ്പോൾ ഇവിടെ 3 ആക്കണം. ഒരു ക്ലോറിനെ നമ്മൾ 3 ആക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ 3 ഇട്ട്. ഇവിടെ 3 ഇട്ട് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മളെ നമ്പർ ഇവിടെ മാറില്ലേ? കാരണം എന്താ വെച്ചാൽ ക്ലോറിൻ 1 മാറിയിട്ടിപ്പോൾ 3 ആയി. സോഡിയം 1 മാറിയിട്ട് ഇപ്പോൾ എത്രയായി? 3 ആയി. അപ്പോൾ ഇവിടെ സോഡിയം 3 ആയപ്പം ഇവിടെ സോഡിയം 1 ഉള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ ഈ പാർട്ട് ഇപ്പോൾ കഴിഞ്ഞു. ഇനി നമ്മൾ കൂട്ടി നോക്കുമ്പം അയൺ ഇപ്പോഴും സെയിം ആണ്. സോഡിയം ഇവിടെ 1 ഉണ്ട്, പക്ഷേ ഇവിടെ 3 ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ സോഡിയം കുറവുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ വീണ്ടും നമ്മൾ രണ്ടാമത്തെ ബാലൻസിങ്, അതായത് ഇവിടെ 1 എന്നുള്ളത് 3 ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 3 ഇട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ 3 ഇട്ട് കൊടുത്തപ്പോൾ സോഡിയത്തിൻ്റെ നമ്പർ മാറിയിട്ട് എത്രയായി? 3 ആയി. പക്ഷേ ഈ 3 എന്ന് പറയുന്നത് ഇതിനെല്ലാം കോമൺ ആണ്. അപ്പോൾ 3 സോഡിയമായി. ഓക്സിജൻ എന്ന് പറയുന്നത് 1 ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, ഇപ്പോൾ അത് എത്രയായി? 3 ആയി. ഹൈഡ്രജൻ എന്ന് പറയുന്നത് 1 ഉണ്ടായിരുന്നത് ഇപ്പോൾ 3 ആയി. അപ്പോൾ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അയൺ ഓക്കെ, സോഡിയം 3 ഓക്കെ, ക്ലോറിൻ 3 ഓക്കെ, ഹൈഡ്രജൻ 3 ഓക്കെ, ഓക്സിജൻ 3 ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ 3 ഇട്ടു, ഇവിടെ 3 ഇട്ടു. അപ്പോൾ ഇപ്പോൾ ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആയി. അപ്പോൾ ഇതാണ് നമ്മൾ വലിയ റിയാക്ഷൻസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തുമ്പോൾ മൊത്തത്തിൽ നമ്പർ ഇവിടെ മാറുന്നുണ്ടാവും. അതിനനുസരിച്ച് നിങ്ങൾ മാറ്റാൻ വേണ്ടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ബാലൻസിങ് എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല. ഇനി നമുക്ക് അതുപോലെ തന്നെ 8ാമത്തെ പ്രോബ്ലം നോക്കാം. അലുമിനിയം ഉണ്ട്, സൾഫർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. അലുമിനിയം, സൾഫർ, ഓക്സിജൻ, ഹൈഡ്രജൻ.
ഇവിടെ നമ്മൾ നമ്പർ എഴുതുകയാണ്. അലുമിനിയം ഇവിടെ ഒരു അലുമിനിയം ഇവിടെ AL2 എന്ന് പറയുമ്പോൾ 2 അലുമിനിയം. അതുപോലെ സൾഫർ ഒരു സൾഫർ ഓക്കെ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ പുറത്തുള്ളത് ഈ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള എല്ലാ എലമെൻസിനും ബാധകമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ സൾഫർ എന്ന് പറയുമ്പോൾ സൾഫർ ബ്രാക്കറ്റ് 3. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ S3. അതുപോലെ ഓക്സിജൻ എന്ന് പറയുമ്പോൾ O3 ഉണ്ട്. പക്ഷേ നമ്മളിവിടെ നോക്കുക, ഓക്സിജൻ്റെ താഴെ ഓൾറെഡി ഒരു 4 ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 3 ഉണ്ട്. അപ്പോൾ എത്ര ഉണ്ടാവും ഓക്സിജൻ? 4 × 3 = 12 ഓക്സിജൻ ഉണ്ട് അവിടെ. അതേ സമയത്ത് ഈ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാകുന്ന ഓക്സിജൻ, ഇവിടെ ബ്രാക്കറ്റും ഇല്ല ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഓക്സിജൻ എത്ര ഉണ്ട്? 4 ഓക്സിജൻ ഉണ്ട് അല്ലേ? O4 4. ഇനി ഹൈഡ്രജൻ H2, അപ്പോൾ 2 ഹൈഡ്രജൻ. ഇവിടെ ഹൈഡ്രജൻ H2 2 ഹൈഡ്രജൻ. ഇനി ഇതിനെ ബാലൻസ് ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്. അലുമിനിയം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആദ്യം മെറ്റൽ നോക്കും എന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ ആദ്യം അലുമിനിയത്തിനെ നമ്മൾ ചെയ്യാം. അലുമിനിയം ഇവിടെ 2 അലുമിനിയം ഉണ്ട്, ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ 2 അലുമിനിയം ഇട്ടു. അപ്പോൾ ഇവിടുത്തെ നമ്പർ മാറിയിട്ട് 2 ആയി. ഇവിടെ അലുമിനിയത്തിൻ്റെ കൂടെ വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ നമ്പറൊക്കെ സെയിം ആയിരിക്കില്ലേ, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ സൾഫർ 1 ഉണ്ട്, ഇനി സൾഫർ 3 ഉണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സൾഫറിനെ ബാലൻസ് ചെയ്യണം. അപ്പോൾ ഇവിടെ 3 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. അപ്പോൾ 1ൻ്റെയും 3ൻ്റെയും കോമൺ മൾട്ടിപ്പിൾ 3. അപ്പോൾ നമ്മൾ ഈ സൾഫർ കുറവുള്ള ഇവിടെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ എത്രയായി? സൾഫർ 3 ആയി. അപ്പോൾ ഇവിടെ 3 ഇട്ട് കൊടുത്താൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ എല്ലാം നമ്പർ മാറിയെന്നല്ലേ. അപ്പോൾ 3 H2. അപ്പോൾ ഹൈഡ്രജൻ്റെ നമ്പർ എങ്ങനെയാണ് മാറുക? 3 H2 ഉണ്ട് അല്ലേ. അപ്പോൾ 3 ഉണ്ട് ഓൾറെഡി, പിന്നെ 2 ഉണ്ട്, 2 ഹൈഡ്രജൻ അല്ലേ. അപ്പോൾ ടോട്ടൽ 6 ആയി. ഓക്സിജൻ എങ്ങനെയാണ് മാറുക? 4 ഓക്സിജൻ ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പം ഈ 4 × 3 അപ്പോൾ എത്രയായി? 12 ആയി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഓക്സിജൻ 12 ഇവിടെ കിട്ടി. അപ്പോൾ നമ്മൾ ഇവിടെ 3 ഇട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ ഓക്സിജൻ 12 ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, വലിയ ഇക്വേഷൻ ആകുമ്പോൾ കുറച്ചും കൂടി കോംപ്ലിക്കേഷൻ ആവുന്നതാണ് ഈ പറയുന്നത്. ഓക്സിജൻ ഇവിടെ 12 ഉണ്ട്. പക്ഷേ ഹൈഡ്രജൻ നോക്കുക, ഇവിടെ 3, ഓക്സിജനും സെയിമായി, സൾഫറും സെയിമായി, അലുമിനിയം സെയിമായി. പക്ഷേ ഇവിടെ 3 ഇട്ട് കഴിഞ്ഞപ്പോൾ ഹൈഡ്രജൻ്റെ നമ്പർ ഇവിടെ 6 ആയിട്ട് കൂടി. അതേസമയത്ത് ഹൈഡ്രജൻ്റെ നമ്പർ ഇവിടെ 2 ആയി. നേരത്തെ 2 അല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ H2 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് 6 ആക്കണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2നെ 6 ആക്കണമെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 3 ഇട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോൾ 3H2. അപ്പോൾ ഇത് പോയിട്ട് 3 × 2 = 6. ഇപ്പോൾ ശരിയായില്ലേ? 6 6 12 12 3 3 2 2. ഇനി നമുക്ക് ഈ അവസാനത്തെ പ്രോബ്ലം കൂടി നോക്കാം. നമ്മൾ എഴുതിയ പോലെ തന്നെ ഇവിടെ കോപ്പർ, നൈട്രജൻ, ഹൈഡ്രജൻ, ഓക്സിജൻ. കോപ്പർ, നൈട്രജൻ, ഹൈഡ്രജൻ, ഓക്സിജൻ. കോപ്പർ എന്ന് പറയുന്നത് ഒരു കോപ്പർ 1, നൈട്രജൻ 1, നൈട്രജൻ ഇവിടെ N2 അപ്പോൾ 2, ഹൈഡ്രജൻ ഇവിടെ 3, ഇവിടെ 3 ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, ഓക്സിജൻ ഇവിടെ ഓരോ ഓക്സിജൻ ഇവിടെ ഇവിടെയും ഓരോ ഓക്സിജൻ. അപ്പോൾ ശ്രദ്ധിക്കുക, എന്താ വെച്ചാൽ ഇവിടെ ഒരുപാട് ഇത് മാറ്റാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഓക്കെ, കോപ്പർ ഇപ്പോൾ 2 സ്ഥലത്തും ഒന്ന് തന്നെയാണ്, അതിനെ കൊണ്ട് നമ്മൾ അതിനെ വിട്ടു. പക്ഷെ നൈട്രജൻ എന്ന് പറയുമ്പോൾ നോക്കുക, 2 നൈട്രജൻ ഇവിടെ ഉണ്ട്, 1 നൈട്രജൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ പോലെ തന്നെ ഈ നൈട്രജനെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 2 ഇട്ടു. അപ്പോൾ ഇവിടെ 2 ഇട്ട് കഴിഞ്ഞപ്പോൾ മൊത്തം നമ്പർ 2 നൈട്രജനായി. അതേസമയത്ത് ഹൈഡ്രജൻ്റെ നമ്പർ മാറിയില്ലേ? എത്രയായി? H3 3 നൈട്രജൻ ഉണ്ട് × 2 എന്ന് പറയുമ്പം 6 ഹൈഡ്രജനായി. ഓക്സിജനൊക്കെ സെയിം തന്നെ. അപ്പോൾ നമ്മൾ നൈട്രജനും കോപ്പറും കഴിഞ്ഞു. അതിന് ഹൈഡ്രജൻ ബാലൻസ് ചെയ്യണം. അപ്പോൾ ഇവിടെ 6 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പോൾ 2നെ 6 ആക്കണമെങ്കിൽ 3 കൊണ്ട് ചെയ്യുക. അപ്പോൾ 3 2
ഇപ്പോൾ ഇവിടെ ഇനി ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ മാറിയത് എങ്ങനെയാണ്, ഹൈഡ്രജൻ്റെ നമ്പർ 3 × 2 6 പക്ഷേ ഈ 3 എന്ന് പറയുന്നത് ഈ ഓക്സിജനും കൂടി ഉള്ളതല്ലേ, അപ്പോൾ ഓക്സിജൻ്റെ നമ്പർ 3 ആയി. അപ്പോൾ ഇവിടെ ഓക്സിജൻ ഇനി ബാലൻസ് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യുക, ഇവിടെ ഒരു ഓക്സിജൻ ഉണ്ട്, ഇവിടെ 3 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഇവിടെ 3 ഓക്സിജൻ ആവണമെങ്കിൽ നമ്മളിവിടെ 3 ഇട്ട് കൊടുക്കുക. അപ്പോൾ 3 ഓക്സിജനായി. അപ്പോൾ 3, അപ്പോൾ ഈ 3 ഓക്സിജൻ ഇവിടെ ഇട്ട് കൊടുത്തപ്പം കോപ്പറിൻ്റെ നമ്പർ എന്തായി, മാറിയിട്ട് 3 ആയി, 3 കോപ്പറായി. ഇവിടെ 3 കോപ്പറായപ്പോൾ ഇവിടെ ഒരു കോപ്പറല്ലേ ഉള്ളൂ. അപ്പോൾ ഈ കോപ്പറിന് ശരിയാക്കാൻ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ 3 ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ കോപ്പർ മാറി 3 ആയി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാ ഇവിടെയും നമ്മൾക്ക് മാറ്റേണ്ടി വന്നു. അപ്പോഴാണ് ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആയത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എല്ലാ ഇക്വേഷൻസും എടുത്തിട്ട് വെറുതെ ബാലൻസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ എത്ര പ്രാക്ടീസ് ചെയ്യുന്നോ അത്ര എളുപ്പമായിരിക്കും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങൾക്ക് തെറ്റില്ല. അപ്പോൾ ശരി, അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം. ശരി, താങ്ക് യു.